الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ അനക്കങ്ങളിലും അടക്കങ്ങളിലും രഹസ്യ പരസ്യ ജീവിതത്തിലുടനീളം പാലിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും പ്രതിഫലവും ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി മത്സരിച്ച് കർമ്മനിരതരായി നോമ്പനുഷ്ഠിച്ചും ഖുർആൻ പാരായണം നടത്തിയും ഖിയാമുൽ ലൈൽ ഏർപ്പെട്ടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചും സ്വതക്ക ദാനധർമ്മങ്ങൾ നൽകിയുമൊക്കെ കഴിച്ചുകൂട്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പിന് ആത്മീയമായ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കറിയാം. കേവലം ആത്മീയ പരതക്കപ്പുറം റമളാൻ എന്നുള്ളത് ജീവിതത്തിൻ്റെ സാമൂഹ്യ വശങ്ങളെയും കൂടി ചേർത്ത് നിർത്തുന്ന പ്രത്യേക മാസവും സന്ദർഭവുമാണ് എന്നതും നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നോമ്പ് ആരാധനാ അനുഷ്ഠാനങ്ങൾക്കപ്പുറം, ആത്മീയപരതക്കപ്പുറം നോമ്പ് കേവലം അങ്ങനെ പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലും അനുഷ്ഠിച്ച്
അങ്ങനെ ഒരു സാൽവേഷന്റെ ഒരു ലോകത്ത് കഴിച്ചുകൂട്ടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് സാമൂഹ്യപരമായി കൊണ്ട് ചില ദൗത്യങ്ങളും കൂടി നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളത്. സാമൂഹ്യ പരതയുള്ള, വിമോചനമുള്ള, നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളണം എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന കാലം കൂടിയാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ടും കൂടിയാകും നോമ്പ് നിർബന്ധമാക്കിയ അതേ വർഷം റമളാൻ മാസത്തിൽ നിങ്ങൾ ഹാജറുണ്ടെങ്കിൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കണം എന്ന് നിർബന്ധമാക്കിയ അതേ വർഷം തന്നെ ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് ബദ്റിലേക്കും കൂടി പുറപ്പെടാനുള്ള ആഹ്വാനം വന്നത്. ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ വർഷം നോമ്പ് ആരംഭിച്ചിട്ടുള്ളവരോ. മാത്രമല്ല, ബദ്റിലേക്ക് പുറപ്പെടാൻ പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. ആരോടുള്ള യുദ്ധമാണ്? യുദ്ധത്തിന് സർവസന്നദ്ധരായി കടന്നു വരുന്ന മക്കയിലെ മുശ്രിക്കുകളോടുള്ള യുദ്ധം. അവര് യുദ്ധത്തിൽ പ്രത്യേക പരിശീലനം നേടിയ ആളുകളാണ്. ഇപ്പോ മദീനയിലുള്ള റസൂലിന്റെ കൂടെയുള്ള സംഘങ്ങൾ, മുഹാജിറുകളുണ്ട്, ഏതാനും അൻസ്വാറുകളുണ്ട്. അവര് യുദ്ധം നിർത്തിയിട്ടും അവസാനിപ്പിച്ചിട്ടും കാലം കുറേ. മക്കയിൽ നിന്ന് അക്രമം നേരിട്ടപ്പം കയ്യിൽ ആയുധം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം റസൂൽ അവരോട് പറഞ്ഞത് സമയമായിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കൂ എന്നുള്ളതായിരുന്നു. അപ്പൊ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവണം, ഇനിയിപ്പോ അങ്ങനെ ഒരു ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ചെറിയ ഒരു കാരണത്തിൽ തന്നെ യുദ്ധം നടത്തിയിരുന്ന ഞങ്ങൾക്ക് മക്കയിലെ ഒരു 13 വർഷക്കാലവും മദീനയിലെത്തിയിട്ട് ഇപ്പൊ 2 വർഷം പൂർത്തിയാവുക, ഇനിയിപ്പോ ഒരു യുദ്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നോമ്പ് നിർബന്ധമാക്കി നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബദറിലേക്ക് റമളാൻ 17-ന് വേണ്ടി പുറപ്പെടാനുള്ള റസൂലിന്റെ ആഹ്വാനമുണ്ട്. ആലോചിച്ചു നോക്കൂ, നോമ്പും ആത്മീയമായി കൊണ്ടുള്ള ഒരു ആരാധനയും റമളാന്റെ മാസത്തിൽ തന്നെ ഒരു സാമൂഹികമായ ഒരു വലിയ നീതിയുടെ പോരാട്ടത്തിന് വേണ്ടി, മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി, അക്രമകാരികളോട്, മർദ്ദകരോട് നേരിട്ട് പോരാടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനവും നടക്കുന്നത് റമളാൻ മാസത്തിലാണ്. പരിശുദ്ധ ഖുർആൻ അതിനെ പറയുന്നു, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. സൂറത്തു ആൽ ഇംറാനിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. തീർച്ചയായും 2 കൂട്ടർ പരസ്പരം ഏറ്റുമുട്ടിയ ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ആയത്തുണ്ട് എന്ന് പറഞ്ഞത്. ആയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൃഷ്ടാന്തം. പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. സൂര്യനും ചന്ദ്രനും ഇവിടുത്തെ ഗോളങ്ങളും പ്രപഞ്ചത്തിന്റെ സർവ്വചരാചരങ്ങളും നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ആയത്തുകളാണ്. എന്നതുപോലെ തന്നെ ഈ റമളാൻ 17-ന് ബദറിന്റെ മണ്ണിൽ 2 കൂട്ടരും തമ്മിൽ പോരാടിയ യുദ്ധത്തെ കുറിച്ചിട്ടും ഖുർആൻ പറയുന്നത് ഇത് ആയത്താണ്. നിങ്ങൾക്കതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അതിൽ ഒരു കൂട്ടർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. വ ഉഖ്റാ കാഫിറത്തുൻ. മറ്റുള്ളവരോ അവര് കാഫിറുകളാണ്. നോക്കൂ, നിങ്ങൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, 2 വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, 2 ദർശനങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഒന്ന് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ദർശനം, മറ്റൊന്ന് മനുഷ്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്ന ദർശനം. മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ദർശനം, അതാണ് റസൂലുള്ളാഹിയും റസൂലിന്റെ സഹാബികളും നേതൃത്വം നൽകുന്നത്. അവരാണ് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരു സംഘം. മറ്റുള്ളവരോ ഉഖ്റാ കാഫിറ, അവർ കാഫിറുകളാണ്. അങ്ങനെ ആദർശങ്ങൾ തമ്മിലുള്ള 2 പോരാട്ടം. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ അടിച്ചോടിപ്പിച്ച ആളുകളാണ്, മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആട്ടിപ്പുറത്താക്കിയ കൂട്ടരാണ്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ് കാഫിറുകൾ എന്ന് പറയുന്നത്. അവര് റസൂലിനെയും റസൂലിന്റെ സംഘത്തെയും ആട്ടിയോടിച്ചവരാണ്, മർദ്ദിച്ചവരാണ്, നന്നായിട്ട് പീഡിപ്പിച്ചവരാണ്. അവരുടെ ദർശനം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത് മനുഷ്യ വിരുദ്ധതയുള്ള ആശയമാണ്. എന്നിട്ട് യുദ്ധത്തിന് യുദ്ധഭൂമിയിൽ നിന്ന സമയത്ത്
യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐനി. മുമ്പിലുള്ള സംഘത്തെ വിശ്വാസികൾക്ക് അവരുടെ ഇരട്ടിയായിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ, കാഫിറുകളുടെ ദൃഷ്ടിയിൽ വിശ്വാസികളുടെ സംഘത്തെ കാണുമ്പം ഞങ്ങളെക്കാൾ കൂടുതൽ അവരുണ്ട് എന്ന് അവർക്കൊരു തോന്നുണ്ടാവുകയാണ്. മാത്രമല്ല വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വിധം, ഇച്ഛിക്കുന്ന വിധം അള്ളാഹുവിന്റെ സഹായത്താൽ അള്ളാഹുവിന്റെ കൂടെയുള്ള സംഘത്തിന് സഹായം നൽകുന്നു, കരുത്തുള്ളതാക്കുന്നു. എന്നിട്ട് ഖുർആൻ ഉണർത്തുന്നു, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിൽ അബ്സാർ, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. തീർച്ചയായും ഈ രണ്ടു കൂട്ടര് ഏറ്റുമുട്ടിയ ഈ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ പക്ഷത്തുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടിയ ഒരു കൂട്ടരും കാഫിറുകളായ ഈ കൂട്ടരും, ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയ യുദ്ധത്തിൽ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. ബസറുള്ള ആളുകൾക്ക്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്, ചിന്താശേഷിയുള്ള ആളുകൾക്ക്, ഇതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ മനനം നടത്തുന്ന ആളുകൾക്ക് ലോകം അവസാനിക്കുന്നത് വരെ ഇന്നും ഈ വർത്തമാന കാലഘട്ടത്തിലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ, മനനം നടത്തുമ്പോൾ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്, ഇതിൽ വലിയ പാഠമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ബദർ എന്ന് പറയുന്നത് നമുക്ക് ചരിത്രം ഇങ്ങനെ പറഞ്ഞു സുഖിക്കാനുള്ളതല്ല. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ചരിത്ര ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആനിൽ അതേസമയം ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നമ്രൂദിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഫിർഔനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏകാധിപതിയും ചട്ടമ്പിയും തനി തോന്നിവാസിയും ഫാഷിസ്റ്റുമായിരുന്ന ഫിർഔനിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്രൂദിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. മർദ്ദകരായ ഭരണാധികാരികൾ ധാരാളമുള്ളത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ഗുഹാവാസികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം ഇത് ഒരു ചരിത്ര ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവം എന്ന സ്വഭാവത്തിൽ നമ്മൾ അതിനെ കാണാൻ പാടില്ല. ബദറിനെയും ഒരു ചരിത്ര സംഭവമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ബദർ നമ്മൾ എത്ര കേട്ടതാ? ബദർ യുദ്ധം എന്ന് പറയുന്നത് 313 ആളുകള് 1000 വരുന്ന ശത്രുക്കളുമായി കൊണ്ട് യുദ്ധം ചെയ്തു. ഇവർക്ക് വിജയമുണ്ടായി, ബദറിൽ ശുഹദാക്കൾ ഉണ്ടായി, ബദറിന്റെ പാർട്ടികളുണ്ട്. ബദറിനെ ഇങ്ങനെ ചരിത്രം പറഞ്ഞ് മാത്രം ബദറിനെ ഓർക്കുന്നതിനപ്പുറം 313 ആളുകൾക്ക് തുല്യമായി കൊണ്ട് വിഭവങ്ങൾ ഒരുക്കി, ആളുകളെ ഇറക്കി. എന്നിട്ട് ബദർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് ഭക്ഷണം ചെയ്തു, അന്നദാനം നൽകി. ഇതില് മാത്രം ബദറിന്റെ ഒരു വലിയൊരു ആഘോഷം നടത്തുക എന്നതിനേക്കാൾ അപ്പുറം ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, ബസറുള്ള ആളുകൾക്ക്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതിൽ വലിയ പാഠമുണ്ട് എന്ന ഖുർആനിന്റെ ഈ വചനത്തെ എന്ത് ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിലുള്ളത്, എന്ത് പാഠമാണ് യഥാർത്ഥത്തിലുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബദർ പുനർജനിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഖുർആനില് നിങ്ങൾക്ക് ബദറിൽ വലിയ പാഠമുണ്ട് എന്ന് പറയുന്നത്. കേവലം ഒരു സംഭവമാണെങ്കിൽ ആ സംഭവത്തെ പറഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ മതി. ബദറിന്റെ ഓരോ ഘട്ടവും എങ്ങനെയാണ് ശത്രുക്കളുടെ മുമ്പിൽ റസൂലും റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളും തമ്മിൽ എങ്ങനെയാണ് നിലയുറപ്പിച്ചത്, ഏത് പ്രദേശത്താണ് ഉണ്ടായത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എவ்விதമാണ് ബദറിലെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത്, ആ ഏതൊക്കെ സ്വഭാവത്തിൽ അല്ലാഹ് സഹായിച്ചു, സഹായത്തിന് വേണ്ടിയിട്ട് അവരിൽ ഉണ്ടായിരുന്ന അടിസ്ഥാന ക്വാളിറ്റി എന്ത്, ബദരീങ്ങൾക്ക് എന്തുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങി, എന്തുകൊണ്ടാണ് ബദറിലെ യുദ്ധത്തിൽ വന്ന സ്വഹാബികൾ ആ കാലഘട്ടത്തിൽ വിജയികളായി തീർന്നത് എന്ന് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആലോചനയിലേക്ക് വരേണ്ട വിഷയമല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശത്രുക്കളുണ്ട്. ആരാണ് നമ്മുടെ മുമ്പിലുള്ള ശത്രുക്കൾ? നമ്മുടെ ഉമ്മത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഉമ്മത്തിന് നേരെ നിരന്തരമായിട്ട് പല സ്വഭാവത്തിൽ, പല കോണുകളിൽ നിന്ന് ഇന്നിങ്ങനെ പല സ്വഭാവത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്, പല വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പെടുപ്പെട്ട് നമുക്കറിയാം, ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുസ്ലിങ്ങളെ ശ്രദ്ധിക്കണം, മുസ്ലിങ്ങൾ അപകടകാരികളാണ്.
മുസ്ലിം പ്രദേശം ഭയങ്കര അപകടമാണ്, മുസ്ലിം ചെറുപ്പക്കാർ ഭയങ്കര അപകടമാണ്, മുസ്ലിം പ്രദേശങ്ങൾ ഭയങ്കര അപകടമാണ്. ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല, ഈ രാജ്യത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കേണ്ടവരാണ്, പൗരത്വം തന്നെ നിഷേധിക്കേണ്ടവരാണ്. മാത്രമല്ല വംശഹത്യക്ക് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗം മുസ്ലിം വിഭാഗമാണ്. ലോകത്തിന് ഉഖ്റ കാഫിറ, ഇന്ന് മറ്റുള്ളവർ കാഫിറുകളായ ഒരു കൂട്ടരുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംഘമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംഘത്തിന് എതിർത്ത് നിൽക്കുന്നതേതാ? എതിർത്ത് നിൽക്കുന്നത് വംശീയത എന്ന് പറയുന്ന, വെറുപ്പുൽപാദിപ്പിക്കുന്ന വംശീയത എന്ന് പറയുന്ന വലിയ ദർശനങ്ങൾ, ആശയങ്ങൾ ഇന്നിങ്ങനെ അതിന്റെ എല്ലാ ആയുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മുമ്പിലുണ്ടാകുന്ന സമയത്ത് ഈ 2026 ബദറിന്റെ ദിനത്തിൽ കേവലം അന്ന് ഹിജറ 2-ാം വർഷം ബദറിന്റെ മണ്ണിൽ നടന്ന ബദറിന്റെ സംഭവങ്ങൾ എങ്ങനെ വീണ്ടും വീണ്ടും അയറക്കുന്നതിന് പകരം ഈ റമളാനിൽ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്ന ഈ റമളാനിൽ എനിക്ക് നൽകുന്ന ബദറിന്റെ സന്ദേശം എന്താണ് എനിക്ക് നൽകുന്ന ബദറിന്റെ സന്ദേശം? ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഒന്ന് മാലാക്കമാർ ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ബദറിലേക്ക് വന്നപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നേരിടാനുണ്ടായത് ആരെയാണ്? സ്വന്തം മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടാനുണ്ടായത് ആരെയാണ്? മഹാറസൂലിന്റെ പിതൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ. നോക്കൂ നിങ്ങൾ, മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് മദീനയിലെ വിശ്വാസികളുമായി കൊണ്ട് ഏറ്റുമുട്ടണം. ചില ആളുകൾക്ക് പിതാവിനെ നേരിടണം, ചില ആളുകൾക്ക് മക്കളെ നേരിടണം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറും മകനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തില് അബ്ദുറഹ്മാൻ ഇങ്ങനെ ഉപ്പനോട് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉപ്പ, നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്റെ മുമ്പിൽ പടരുത് എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അകന്ന് ഞാനിങ്ങനെ ബദറിന്റെ മണ്ണിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. നിങ്ങൾ എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ചിലപ്പോ എനിക്ക് വാൾ ഉയർത്തേണ്ടി വരുമല്ലോ. യുദ്ധം നടക്കുകയാണല്ലോ. ഒന്ന് കാഫിറാണ്, രക്തബന്ധമാണ്, രക്തബന്ധത്തിന് എന്റെ അടിസ്ഥാനം ആദർശബന്ധം. അബൂബക്കർ തിരിച്ചു പറഞ്ഞു, ബദറിന്റെ മണ്ണിലെത്തിയിട്ട് ഞാൻ ആകെ നോക്കിയത് തന്നെയാണ്, മകനെയാണ് ഈ എവിടെ ഉള്ളത്. എനിക്കവിടെ രക്തബന്ധം ഉപ്പയും മകനും തമ്മിലുള്ള ബന്ധമല്ല, ഇത് ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ സഹാബികളെ ഉയർത്താൻ വേണ്ടിയിട്ട് വാള് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഞങ്ങളെ വന്നിട്ട് പിന്നെന്തിങ്ങനെ ആരോ വലിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നും, പിന്നെന്ന് ആരോ വലിക്കുന്നത് പോലെ തോന്നും. ഞങ്ങളിങ്ങനെ അമ്പ എഴുതുമ്പോ ഞങ്ങൾ അമ്പാരെ പിടിച്ചു വെക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അമിത ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ 313 ആളുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. കാരണം ഞങ്ങളെ കയ്യിലുള്ള സംവിധാനം, സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. 2 ഒട്ടകം, അപ്പുറത്തുള്ള 70 ഒട്ടകം, കേവലം ഇതുപോലെ തന്നെ കുറച്ച് കുതിരകൾ, അപ്പുറത്ത് ധാരാളം കുതിരകൾ, പടയങ്കികൾ. നമ്മള് പ്രത്യക്ഷത്തിന് നമ്മൾ ശരിക്കും ആലോചിച്ചു, ചിലപ്പോ ബദർ ഭൂമി കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ബദറിന്റെ സ്ഥലം കണ്ട ആളുകൾ. ബദറിൽ അവിടെ തമ്പടിച്ചവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് പോലും ബദറിന്റെ രാത്രിയിൽ സ്വഹാബികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ നേരിടേണ്ടത്. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരിടാനുള്ളത് ആരാ? അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് നഷ്ടപ്പെടാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് റസൂൽ കയ്യുയർത്തി പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, നാളെങ്ങാനും ഞങ്ങളെ പരാജയപ്പെടുത്തണേ, പിന്നെ നിന്റെ ഭൂമിയിൽ, പിന്നെ നിന്റെ ഈ തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് ആരും ഉണ്ടാവില്ല. അഥവാ രക്തസാക്ഷിത്വം വരിച്ച് മൊത്തം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നല്ല ഈ ദുനിയാവിൽ, പിന്നെ അള്ളാഹിന്റെ പ്രബോധനത്തിന് പിന്നെ ആളുകളില്ല. അതുകൊണ്ട് സഹായിക്കണേ തമ്പുരാനെ. എല്ലാ കണക്കുകൂട്ടലുകളും വെച്ചു നോക്കിയാൽ ഇപ്പൊ 1000-ഓളം ആളുകൾ അവരുണ്ട്. ഒരാൾക്ക് 2 ആളെ നേരിടാനുള്ള ശക്തി പുറത്തുണ്ട്. 313 ഉള്ളൂ, ഡബിളാണുള്ളത്. പക്ഷെ അവർക്ക് നേരെ തിരിച്ചു കാണുകയാണ്, രണ്ടായിട്ട് തോന്നാൻ. എന്നിട്ട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വാൾ ഉയർത്തുമ്പോൾ ഞങ്ങളെ വാൾ ഇങ്ങനെ ബാക്കുന്നാരോ പിൻവലിക്കുന്നത് പോലെ ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലൂഹും. വിശ്വാസിയോട് ഖുർആൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങളല്ല യുദ്ധം ചെയ്തത്, വലാകിന്ന അല്ലാഹ ഖതലൂഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വന്നിട്ട് യുദ്ധം, നേരിട്ട് വന്ന യുദ്ധം. മലക്കുകൾ 5000-ഓളം മലക്കുകൾ ഈ റസൂലിന്റെ സംഘത്തെ സഹായിച്ച യുദ്ധം. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളാണ് എറിഞ്ഞത്, യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. അള്ളാഹുവിന്റെ സഹായം.
നോക്കൂ നിങ്ങൾ, തലേ രാത്രിയിൽ അപ്പുറത്ത് വന്നിട്ട് ഈ പടു ജാഹിലുകളും അതുപോലെ തന്നെ ഈ അക്രമകാരികളും മർദ്ദകരുമായ ആളുകളുടെ ക്യാമ്പ് മുഴുവൻ അങ്ങനെയായിരിക്കും. തലേ രാത്രിയിൽ നാളെ നേരം വെളുത്താൽ യുദ്ധം നടക്കും. 16-ാം തീയതി രാവിലെ 2 കൂട്ടർ വന്നിട്ട് ബദറിന്റെ മണ്ണിൽ തമ്പടിച്ചു. എന്നിട്ട് രാത്രിയിൽ ഇപ്പുറത്ത് ഖുറൈശികളുടെ പക്ഷത്ത് നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് ഇവരെങ്ങനെ ഇറക്കി വിടുകയാണ്. പാട്ടും കൂത്തും ഡാൻസും മദ്യവും ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ലോകം ഉണ്ടാക്കിയിട്ട് ആനന്ദത്തിൽ ഇവരെങ്ങോട്ട് മതിമറപ്പിച്ചിട്ട് നാളെ നമുക്ക് പോരാടലുണ്ട്, പലരെയും തലയിറക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ തലേ ദിവസം അവരിങ്ങനെ കൂത്താടിയിരിക്കുകയാണ്. ഇപ്പുറത്തുള്ളത് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇത് അള്ളാഹ് നൽകിയ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാളെ നിങ്ങൾക്ക് നേരിടാനുള്ള കാര്യം. ഞങ്ങളെ കൂട്ടത്തിലെ പല ആളുകളും നാളെ മരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകയാണ്. മാത്രമല്ല അത് റസൂലുള്ള തീരുമാനിച്ചൊരു കാര്യമാണ്. ബദറിന്റെ ഒരു ഒരുക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് മക്കയില് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടണം എന്ന് പറഞ്ഞപ്പം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കൊച്ചു സംഘം മദീന വഴി മക്കയിലേക്ക് ഇങ്ങനെ ചരക്കുകളായിട്ട് വരുന്നുണ്ട്. ഷാമിൽ നിന്നൊക്കെ അങ്ങനെ മടങ്ങി വരുമ്പോൾ മദീന വഴിയാണ് വരുന്നത്. അപ്പൊ സ്വഹാബികളൊക്കെ വിചാരിച്ചു അബൂ സുഫിയാനോടായിരിക്കും നേരിടാൻ പോണത്, അബൂ സുഫിയാനോടായിരിക്കും നേരിടാൻ പോവാ. കാരണം എന്ന് വെച്ചാൽ അബൂ സുഫിയാൻ നേരിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സംഘമുള്ളൂ. മാത്രമല്ല ചരക്കുകളുമായിട്ട് പോവാണ്. യുദ്ധത്തിന്റെ ഗനീമത്തിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. മാത്രമല്ല അവർ എണ്ണത്തിന് വളരെ കുറവാണ്. എന്നാൽ മാത്രമല്ല അത് മദീനയിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റുമുട്ടുകയും ചെയ്യാം. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ സുഖമല്ല. 2 സംഘങ്ങളിൽ ഒന്നിനെ നിങ്ങൾക്ക് കീഴ്പ്പിത്തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സന്ദർഭം. അത് നിങ്ങൾ ആഗ്രഹിച്ചത് ഏതായിരുന്നു? ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗക, അല്പം എളുപ്പത്തിൽ ആയുധമില്ലാത്ത സംഘത്തെ നിങ്ങൾക്ക് കിട്ടണം എന്നതായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അബൂ സുഫിയാൻ സംഘത്തെ കിട്ടുകയാണെങ്കിൽ ചരക്കുകളുണ്ട്, അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അപ്പൊ അവര് പേടിച്ചിട്ട് മക്കയിലേക്ക് റിപ്പോർട്ട് കൊടുത്തതാ, ഞങ്ങളെ വഴിയിൽ നിന്ന് മുഹമ്മദിന്റെ സംഘം തടയാൻ പോകുന്നുണ്ട്, മദീനയിലൂടെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഈ റിപ്പോർട്ട് കിട്ടിയിട്ടാണ് മക്കയിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിൽ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. പക്ഷേ മക്കക്കാർക്കും മദീനക്കാർക്കും റസൂലിന്റെ സഹാബികൾക്കും ഇഷ്ടം ആയുധങ്ങളൊന്നുമില്ലാത്ത ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘത്തെ ഏറ്റുമുട്ടാനായിരുന്നു. പക്ഷെ അവിടുന്ന് മക്കയിൽ നിന്നൊരു സംഘം വരുന്നുണ്ട്. അവർ ബദറിലേക്ക് വരുന്നുണ്ട്. മദീന ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. മദീന ആക്രമിക്കാനാ വരുന്നത്. മദീനയെ ഇല്ലാതാക്കണം. കാരണം മദീനയിലുള്ളത് കേവലം വിശ്വാസികൾ മാത്രമല്ല. മദീനയിലുള്ളതാരാ? അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെയുള്ള ഈ മദീന രാഷ്ട്രത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ്. റസൂലുള്ള കൂടിയാലോചിച്ചിട്ട് എടുത്ത തീരുമാനം, നമ്മൾ മദീനന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഏതായാലും ഏറ്റുമുട്ടണ്ട. കാരണം ഇത് നമ്മൾ വിശ്വാസികളോടുള്ള ഒരു യുദ്ധമാണ്. നമ്മുടെ രാജ്യത്തോടുള്ള യുദ്ധത്തിൽ നിന്നപ്പുറം ക്രിസ്ത്യാനികളും യഹൂദന്മാരും ജൂതന്മാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മദീനക്ക് പുറത്തേക്ക് പോകാം. അങ്ങനെ മദീനന്റെ പുറത്ത് ബദറിൽ ഏകദേശം 3-4 മണിക്കൂറോളം നടന്ന് കിലോമീറ്ററുകൾ താണ്ടി 300-400 കിലോമീറ്റർ ദൂരെയുള്ള ബദറിൽ വന്നിട്ട് നേർമുഖത്തിൽ മുഖാമുഖം ശത്രുക്കളുമായി കൊണ്ട് ഏറ്റുമുട്ടുകയാണ്. ഒന്നും അവരുടെ കയ്യിലില്ല, യുദ്ധ സംവിധാനങ്ങളില്ല. ഉള്ളതൊറ്റ കാര്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാത്തത് പോയത് അതാണ്. ഒന്ന് അടിയുറച്ച ഈമാൻ, വിശ്വാസം തന്നെ. ഈ വിശ്വാസത്തിൽ നിന്ന് വരുന്നൊരു യുദ്ധം, അടിയുറച്ചൊരു ഈമാൻ. ഈ ഈമാനിൽ നിന്നൊരു സമർപ്പണ മനസ്സ്. റസൂലേ, അങ്ങ് ഞങ്ങളോട് ഈ കടലിൽ ചാടാനാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഞങ്ങൾ കടലിൽ ചാടും, അത്ഭുതങ്ങൾ കാണിക്കും റസൂലെ. മൂസയോട് മൂസന്റെ അനുയായികൾ പറഞ്ഞത് ഞങ്ങൾ പറയില്ല. നീയും നിന്റെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞങ്ങൾ പറയില്ല. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ ഞങ്ങൾ കാണിക്കും. ഞങ്ങൾ രക്തബന്ധത്തിലുള്ള ആളുകൾ അവിടെ അല്ല, ഞങ്ങളുടെ ബാപ്പ അതിലുണ്ട്, ഞങ്ങളുടെ മക്കൾ അതിലുണ്ട്. പക്ഷെ ഇത് ഇസ്ലാമിന്റെ പക്ഷത്തുള്ള ഒരു യുദ്ധം, ഇസ്ലാമിന്റെ പക്ഷത്തുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്താ? അടിയുറച്ചു പോകാത്ത, പറ്റിപ്പോവാത്ത ഒരു ഈമാനുണ്ടല്ലോ, വിശ്വാസം. ജീവിതത്തിന്റെ ഏറ്റവും നല്ല തിളങ്ങി വെട്ടി നിൽക്കേണ്ടുന്ന ഒരു വിശ്വാസം, ഒരു സമർപ്പണ മനസ്സും. ആ സമർപ്പണ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് വിശ്വാസികൾക്ക് ബദറിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. സൈനിക ശക്തിയേക്കാൾ ഈമാനികമായ ശക്തി, ധാർമ്മികമായ ബോധം. ഈ ധാർമ്മികമായ ബോധം. എന്നിട്ട് തലേന്ന് രാത്രി മഴ പെയ്തു കൊടുക്കുന്നുണ്ട്. മഴ പെയ്തപ്പം അനുകൂലമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാന്റെ സഹായം നേരിട്ടിറങ്ങിയ യുദ്ധം. അതുകൊണ്ടാണ് ഈ ബദർ യുദ്ധം എന്ന് പ്രയോഗിക്കാതെ ഫുർഖാൻ എന്നാണ് ഖുർആനിൽ പ്രയോഗിച്ചത്. ഫുർഖാൻ എന്നാണ് ഖുർആൻ ഇതിനെ പ്രയോഗിച്ചത്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു യുദ്ധം, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു യുദ്ധം. അതുകൊണ്ട് തന്നെ ബദർ എന്ന് പറയുന്നത് ചരിത്രമല്ല, ബദർ എന്ന് പറയുന്നത് ആവർത്തനമാണ്.
ബദർ എന്ന് പറയുന്നത് ആദർപ്പണമാണ്. നമുക്കറിയാം, ആട്ടിപ്പുറത്താക്കലും ഉപരോധവും അതുപോലെ തന്നെ ലോകത്തിൽ നിന്ന് വെറുപ്പുൽപാദിപ്പിക്കുകയും വംശീയത പടച്ചുവിടുകയും ചെയ്യുന്ന ഇവിടുത്തെ ആശയങ്ങളോടും ആദർശങ്ങളോടും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പോരാടുന്നുണ്ട് എങ്കിൽ അതാണ് ഈ വർത്തമാന കാലഘട്ടത്തിലെ ബദർ എന്ന് പറയുന്നത്. സയൻസത്തോടുള്ള പോരാട്ടം, ഇസ്ലാമോഫോബിയോടുള്ള പോരാട്ടം, വംശഹത്യാ പദ്ധതികളോടുള്ള പോരാട്ടം, അതിനോട് നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഉമ്മത്തിന് പുതിയ കാലഘട്ടത്തിലെ ബദർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ പരാജയം സമ്മതിക്കാത്ത ഉറച്ച മനസ്സോട് കൂടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ പോരാട്ടം എന്ന് പറയുന്നത്. നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താന്ന് പറഞ്ഞാൽ കാഫിറുകൾ എത്ര തന്നെ ശ്രമം നടത്തിയാലും, എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയാലും, എല്ലാ ആസൂത്രണങ്ങളും നടത്തിയാലും, എല്ലാ അധിനിവേശം നടത്തിയാലും, അവര് ഈ ദുർബല ശക്തികളെ മുഴുവൻ ഇല്ലാതാക്കിയാലും അള്ളാഹുവിന്റെ ഒരു പ്രകാശമുണ്ട്. അള്ളാഹുവിന്റെ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം പൂർത്തിയാകുന്നത് വരെ, ആ പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കെടുത്തിക്കളയാൻ ആരൊക്കെ തീരുമാനിച്ചോ, അതിനെ ഇല്ലാതാക്കാൻ ഊരിക്കെടുത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ തീരുമാനിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകാശത്തെ പടച്ച തമ്പുരാൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അതിന്റെ ലോകത്തോളം, ചക്രവാളത്തോളം ഈ പ്രകാശം പടരും. അത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടങ്ങളുടെ വലിയ പ്രചോദനം കൂടിയാണ് ബദർ എന്ന് പറയുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിനുള്ള വലിയ പ്രചോദനം കൂടിയാണ്. നമുക്കറിയാം, ബദർ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സൂറത്ത് ഹജ്ജിലൂടെ തന്നെ നിങ്ങൾക്ക് ആ യുദ്ധം അനുവദനീയമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളുണ്ട്. ഇതാ നിങ്ങൾക്ക് യുദ്ധത്തിനിരയായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മർദ്ദനത്തിനിരയായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനൊന്ന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്, യുദ്ധത്തിനിരയായ ആളുകൾക്ക് നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നു. വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും അവരെ എല്ലാവരെയും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം. എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാനുള്ള അധികാരം, അവകാശം, അനുവാദം നിങ്ങൾക്ക് നൽകിയത് എന്ന ചോദ്യത്തിന്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി കൊണ്ട് വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ. അന്യായമായി കൊണ്ട് വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട, അന്യായമായി കൊണ്ട് വീട്ടിൽ നിന്ന് ഈ മൊത്തം വീട് തന്നെ തകർത്ത് ബുൾഡോസർ വെച്ച് നശിപ്പിച്ചില്ലാതാക്കിയ ഒരു കൂട്ടർ. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. ഇതിന് ന്യായമായിട്ട് പറയുന്നത് എന്താ? അല്ലാഹു ആണ് ഞങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു ആണ് ഞങ്ങളുടെ റബ്ബ്. ഈ ഒറ്റ കാരണത്താൽ വീട്ടിൽ നിന്ന് നിങ്ങളെ മുഴുവൻ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്, നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്. ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر بسم الله ഇതില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തന്നെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടരാക്കി, പരസ്പരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് കാണേണ്ടി വരിക എന്താ? നിങ്ങളുടെ ഇവിടുത്തെ ആരാധനാലയങ്ങൾ, ജൂതരുടെ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന നമ്മുടെ പള്ളികൾ, അത് മുഴുവൻ തകർക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചാൽ അല്ലാഹു സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അജയ്യനാണ്, പടച്ച റബ്ബാണ്, ഏറ്റവും ശക്തിയുള്ള ആള്. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്ന ഒരു കാര്യം, ഇസ്ലാം യുദ്ധം നടത്തിയത് എന്തിന്റെ പേരിലാണ്? ഇസ്ലാം യുദ്ധം നടത്തിയത് ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. മദീനയിൽ ജീവിക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല. ഹിജറ പോന്നു, എല്ലാം കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തിട്ട് മദീനയിലെത്തിയിട്ടും ശത്രുക്കള് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവകാശങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് റസൂൽ തീരുമാനിക്കുന്നത് അവര് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്.
മദീന എന്ന് പറയുന്ന ഒരു രാജ്യം റസൂൽ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ആ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന മദീനയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാൻ, അവിടുത്തെ ഒരു ശാന്ത സ്വഭാവവും സമാധാനപൂർണവുമായ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ നീതിക്ക് വേണ്ടിയിട്ട് പക്ഷം നിൽക്കണം. ഇസ്ലാം യുദ്ധം നടത്തിയത് ഒരിക്കലും ജനാധിപത്യത്തിന്റെയോ മനുഷ്യാവകാശങ്ങളുടെയോ ലംഘനത്തിന് വേണ്ടിയിട്ടല്ല, അതിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഫസാദുകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബദർ നിങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്. ബദർ നിങ്ങളെ പഠിപ്പിക്കുന്നു എല്ലാ ഫസാദുകളെയും കുഴപ്പങ്ങളെയും സാമൂഹ്യ തിന്മകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പാഠം അതാണ്. അപ്പൊ ലോകത്തെ ഫസാദിന്റെ മുമ്പിൽ ബദരീകളെ പോലെ, പുതിയ കാലഘട്ടത്തിലെ ബദരീകളെ പോലെ നിലയുറപ്പിക്കാനുള്ള ആത്മീയമായ ശക്തി, ഈമാനികമായ പവർ നിങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോഴാണ് കാലഘട്ടത്തിൽ ബദർ വീണ്ടും ആവർത്തിക്കുള്ളൂ. അപ്പോഴാണ് ബദരീ കാലഘട്ടത്തിലെ ഈ ബദർ പോരാട്ടത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, എന്താ നമ്മുടെ ഉമ്മത്തിന് പറ്റിയത്? ഉമ്മത്തിന് എന്തുകൊണ്ടാണ് ഉമ്മത്ത് പലപ്പോഴും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉന്മൂലനത്തിന് വിധേയമാകുന്നത്? ഒന്നേ കാരണം പറയാനുള്ളൂ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിക്കുന്നിടത്തേക്ക്, ഈ ദീനിന് അതിന്റെ ശരിയായ പാതയിൽ അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നോക്കം പോയി എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ബദർ യഥാർത്ഥത്തിൽ നടക്കാത്തത്. ശത്രുക്കൾ ഇന്നുണ്ട്, അതുപോലെ തന്നെ ബദർ ഭൂമിയും നിങ്ങളെ മുമ്പിലുണ്ട്. ഇല്ലാതെ പോയത് എന്താന്ന് ചോദിച്ചാൽ ബദരീങ്ങളുടെ ജീവിതത്തിൽ കൈവരിച്ചിരുന്ന ഈമാനികമായ ശക്തി, ആ ഈമാനികമായ ശക്തി ഇല്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇതിന്റെ എല്ലാത്തരം ഫസാദുകളും ലോകത്ത് നിങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈനിസം നിങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ബൃഹത്തായ ഒരു ഇസ്രായേലിന്റെ പദ്ധതി, പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു വലിയ ബൃഹത്തായ ഒരു ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതികൾ നിങ്ങളുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും തടസ്സം നിന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇറാൻ. അപ്പൊ ആ ഇറാനിൽ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ആ ഇറാനിൽ ഇല്ലാതാക്കുന്നതോട് സുഖമായിട്ട് നമുക്ക് പശ്ചിമേഷ്യയിലെ മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളെയും കീഴടക്കാം. ആരും വിമർശിക്കുന്നവരില്ല, ആരും പ്രതിരോധിക്കുന്നവരില്ല, വളരെ സുഖമായിട്ട് നടക്കാം. ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് മനുഷ്യരാണെങ്കിലും നീതിയുടെ പക്ഷത്ത്, മനുഷ്യാവകാശത്തിന്റെ പക്ഷത്ത്, ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന മനുഷ്യരാണ് ഈ കാലഘട്ടത്തിലെ ബദരീങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാനും വർഷം 2011-12 ജാസ്മിൻ റവല്യൂഷൻ നടന്ന സമയത്ത് ലോകത്തുള്ള പണ്ഡിതന്മാര് മുഴുവൻ പറഞ്ഞു, ഏകാധിപതിയും ഭരണകൂട ഭീകരതയ്ക്കും അടിമപ്പെട്ടുകൊണ്ട് ഏകാധിപതിയായിരുന്ന ഭരണാധികാരികൾ അവിടുത്തെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയ സമയത്ത് ഈ ഭരണാധികാരികളുടെ മുമ്പിൽ നിലയുറപ്പിച്ച പണ്ഡിതന്മാരും മനുഷ്യരും ഉണ്ടല്ലോ, അവര് മരണപ്പെട്ടപ്പം ആ മനുഷ്യരെ നോക്കിയിട്ടും പണ്ഡിതന്മാരെ നോക്കിയിട്ടും പറഞ്ഞു, ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ശുഹദാക്കൾ എന്ന് പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിലെ ബദറിൽ പോരാടുന്നത് അവരാണ്. ഭരണകൂടയുടെ ഭൂമി, ഭരണകൂട ഭീകരതയുടെ ഭൂമി, അതുപോലെ തന്നെ സൈനിസത്തിന്റെ ഭൂമി, അതുപോലെ തന്നെ ഫാഷിസത്തിന്റെ ഭൂമി, സംഘപരിവാർ ഒരുക്കുന്ന മുസ്ലിം വംശീയതയുടെ ഭൂമി, ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ബദറിലെ പോരാളികൾ പോരാടിയതുപോലെ പോരാടാനുള്ളത്. നിങ്ങൾ നിൽക്കേണ്ടത് എവിടെയാണ്? നീതിയുടെ പക്ഷത്താണ്, ന്യായത്തിന്റെ പക്ഷത്താണ്, സമാധാനത്തിന്റെ പക്ഷത്താണ്, മനുഷ്യരുടെ കൂടെയാണ്, അടിച്ചമർത്തപ്പെട്ട ദുർബലരായ മനുഷ്യരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള നിലക്കാത്ത പോരാട്ടമായിരുന്നു എന്ന് പണ്ഡിതന്മാര് മുഴുവൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നീതിക്ക് വേണ്ടിയുള്ള നിലക്കാത്ത പോരാട്ടം. അപ്പൊ അതിന്റെ മുമ്പിൽ ചെറുത്തു നിൽക്കുന്ന ആളുകൾ അവര് ഷഹീദായാൽ അതിന് ശുഹദാക്കൾ എന്ന്, പുതിയ കാലഘട്ടത്തിലെ ശുഹദാക്കൾ എന്ന് പറയണം. പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും, ഇതിന്റെ നിങ്ങൾക്കിടയിൽ ഒരു ഐക്യമില്ലായ്മയുണ്ടല്ലോ, ചിത്രതയുണ്ടല്ലോ. ബദറിൽ സംഭവിച്ചത് വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. നേരിടാനുള്ളത് വലിയ ശക്തിയുടെ മുമ്പിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിലയുറപ്പിച്ചു. ഉപ്പ അവിടെ ഉണ്ട്, മകൻ അവിടെ ഉണ്ട്, സ്വന്തം പിതാവ് അവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ മകളുടെ ഭർത്താവ്, മരുമകൻ അപ്പുറത്ത് ശത്രുപക്ഷത്തുണ്ട്. പക്ഷെ ഇപ്പൊ പരിഗണിക്കേണ്ടത് അതല്ല. ഇപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ആരോടുള്ള പോരാട്ടം? കാഫിറുകളോടുള്ള പോരാട്ടം. ആ കാഫിറുകളായിരുന്നു അന്ന് ഫാസിസ്റ്റ് എങ്കിൽ, ഈ കാലഘട്ടത്തിലെ ഫാസിസ്റ്റുകളും ഏകാധിപതികളും ഭരണകൂട ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളും സംഘപരിവാറിന്റെ അജണ്ടക്ക് നേതൃത്വം നൽകുന്ന ആളുകളും ഉറപ്പുൽപാദിപ്പിക്കുന്ന ആളുകളും, ഈ ആളുകളോടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ബദർ നമ്മളോട് ആവശ്യപ്പെടുന്നത്.
അവിടെ നമ്മൾ ചിത്രിച്ചു നിൽക്കില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. ഷിയ മുസ്ലിം എന്ന സുന്നി മുസ്ലിം എന്ന വേർതിരിവില്ലാതെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു പദ്ധതിയുടെ പിന്നാലെയാണ് പോകുന്നത്. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഇസ്രായേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്ന രണ്ട് രാജ്യം ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നു, യുദ്ധം നടത്തുന്നു, ഇല്ലാതാക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഒരു വലിയ അപകടം പിടിച്ച ഒരു ദർശനം സയനിസ്റ്റാണത്. അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. മനുഷ്യ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരു വലിയ ദർശനം ഉന്മൂലനം ചെയ്യണം. കഴിഞ്ഞ റമളാന്റെ സമയത്ത് നമ്മൾ കണ്ടതാ, ഗസ, ഫലസ്തീൻ, എത്രയോ കുഞ്ഞുങ്ങളെയാണ്, നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രം, അതിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ, അതിന് ഓശാന പാടുന്ന നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ, കെട്ടിപ്പിടിച്ചും ആലിംഗനം ചെയ്ത് മുഴുവൻ സപ്പോർട്ടും കൊടുക്കുന്ന ഭരണാധികാരികൾ. ഈ രണ്ട് ദർശനങ്ങളുണ്ടല്ലോ, ഹിന്ദുത്വ ദർശനവും സയനിസ്റ്റ് ദർശനവും. അതാങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന പോരാടാനുള്ള ദർശനം. ഇപ്പുറത്ത് അള്ളാന്റെ മാർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്താ കൊടുത്തത് നിങ്ങൾക്ക്? എന്താ റബ്ബിന്റെ സഹായം ഇറങ്ങാത്തത്? നിങ്ങൾ ചിന്ന ഭിന്നമായി പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഘട്ടത്തിൽ ആരുടെ പക്ഷത്ത്? മനുഷ്യരുടെ പക്ഷത്ത്, മനുഷ്യരുടെ അന്തസ്സായ ജീവിതത്തിന് വേണ്ടി ന്യായത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്തെ നിങ്ങൾ നിലയുറപ്പിക്കുന്നതിന് പകരം അവർക്കുള്ള മുഴുവൻ സപ്പോർട്ടും കൊടുക്കുന്നു. അതുകൊണ്ട് ഈ മാർഗത്തിന് മരണപ്പെട്ടാൽ അവർ ഷഹീദാണ്. ബദറിന്റെ മുമ്പിൽ നമ്മളുണ്ട്. ശത്രുക്കളെ എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ട് അവരെ മുമ്പിലുണ്ട്. ഇത് നമുക്ക് ഇറാനിലും തെളിയും, ഫലസ്തീനും തെളിയും. ഫലസ്തീനിലെ കുഞ്ഞു മക്കൾക്ക് പോരാടാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ കയ്യിൽ കല്ലാണ് ആദ്യം. വലിയ വലിയ ഭീരങ്കികൾക്കും ഡ്രോണുകൾക്കും മുമ്പിൽ അവരുടെ കയ്യിലുള്ളത് കല്ലും പിന്നെ ഖുർആന്റെ ആയത്തുകളാണ്. ഖുർആൻ ആയത്തോതിയിട്ടും ആ ജീവിതത്തിന്റെ ധൈര്യം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവർ പരാജയപ്പെട്ടിട്ടില്ല. അവരെ പരാജയപ്പെടുത്തൂല. അള്ളാഹ് സഹായിക്കും. അള്ളാഹ്ക്കൊരു ചര്യണ്ട്, അള്ളാഹ്ക്കൊരു സുന്നത്തുണ്ട്. അള്ളാഹ് ഈ ദീനിനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും, ലോകം മുഴുവൻ വ്യാപിക്കും. ശത്രുക്കൾ എത്ര തന്നെ വലിയ വലിയ ശക്തി സംഭരിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്തുണ്ട്. അള്ളാഹ് അതിനെ മുഴുവൻ തകർക്കും. പക്ഷെ മനുഷ്യന്മാരെ വെച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അള്ളാഹിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കണം. എന്നിട്ട് നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണം. നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണം. നമ്മളത് പ്രവാചകന്മാരെ പഠിപ്പിച്ചു. പ്രവാചകന്മാരുടെ പിന്തുടർച്ച നമ്മളെ കയ്യിലാണ്. നമ്മളും ഈ നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ അടിയുറച്ച മനസ്സോട് കൂടിയിട്ട്, ഈമാനോട് കൂടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നാലേ അള്ളാഹ് നമ്മളെ സഹായിക്കും. മലക്കുകൾ ഇറങ്ങണം. മലക്കുകളെ കൊണ്ട് അള്ളാഹ് അവരെ പരാജയപ്പെടുത്തും. അവിടെ ഒരിക്കലും ആയുധത്തിന്റെ മാനദണ്ഡമല്ല, ആത്മീയതയുടെ കരുത്ത്. റമളാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആത്മീയത നമ്മൾ നേടിയെടുക്കും. നമുക്ക് കേവലം സ്വർഗത്തിൽ പ്രവേശനം, നരകമോചനം എന്നതിനേക്കാൾ അപ്പുറം സാൽവേഷൻ അപ്പുറം ലിബറേഷന്റെ ഒരു കാഴ്ചപ്പാട്, സാമൂഹ്യ പരിധിയും കൂടിയുള്ള ഒരു ദീനാണ്, ഒന്നാണിത്. കേവലം അനുഷ്ഠാനാചാരങ്ങൾക്ക്, ദിക്റുദ്വാകൾക്ക് അപ്പുറത്ത് മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യരുടെ കൂടെ നിന്നിട്ട് അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കിക്കൊടുക്കുക, ഭാരങ്ങൾ ഇറക്കിക്കൊടുക്കുക. മനുഷ്യരുടെ മുകളിലുള്ള ഈ ചങ്ങലക്കെട്ടുകൾ ഉണ്ടല്ലോ, ഭാരമായി തീർന്ന ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യർക്ക് മോചനം നേടിക്കൊടുക്കുക. ഇങ്ങനൊരു സാമൂഹ്യ ദൗത്യം കൂടിയുള്ള ഉള്ളടക്കമുള്ള ആശയമുള്ള ഒരു വലിയ ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ ബദർ വലിയ പാഠം നൽകുന്നുണ്ട്. ആ പാഠത്തിൽ നിന്ന് ബദരീങ്ങളെപ്പോലായി മാറാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നതാണ് പുതിയ കാലഘട്ടത്തില് ആളുകൾക്ക്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ബദർ നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബദർ ദിനത്തെ നമ്മൾ മനസ്സിലാക്കുകയും ആചരിക്കുകയും ചെയ്യുക. കേവലം 313 ആളുകൾ, അതുകൊണ്ട് 313 ആടുകൾ എന്നിട്ട് അറുത്ത് വിഭവം കൊടുത്ത് ഭക്ഷിച്ച് ബദരീങ്ങൾ ആണ്ട് നടത്തി, എന്നിട്ട് അതിന്റെ പാട്ടും പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനപ്പുറം എന്റെ ജീവിതത്തിലേക്ക് എന്ത് പകർത്തിയെടുക്കാനുണ്ട്? ഹിജ്റ 2 നടന്ന ബദറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കേവലം 2 ആശയങ്ങളും ആദർശങ്ങളും തമ്മിലുള്ള യുദ്ധം, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ആലോചനയും കൂടി നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ്ബേ, ഞങ്ങളുടെ ഉമ്മത്തിനെ നീ എല്ലാ അർത്ഥത്തിലും സഹായിക്കണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങളുടെ ഉമ്മത്ത് കടന്നു പോകുന്നത്. നാഥാ, നിന്റെ സഹായം ആവശ്യമുള്ള സന്ദർഭം അല്ലാഹുവേ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിന്റെ പകലുകളിൽ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവെ, പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. റമളാനിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവെ, നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കണേ തമ്പുരാനെ.
അള്ളാഹു അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമയം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നോമ്പും റമദാനൊക്കെ ആയതുകൊണ്ടും വിഷയം അതായതുകൊണ്ടുമൊക്കെ സംഭവിച്ചതാണ്. പരമാവധി 1:15 ആകുമ്പോഴേക്കന്നെ എല്ലാം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പലപ്പോഴും വിചാരിക്കാറുള്ളത്. അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരികളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇനിയൊരു വെള്ളിയാഴ്ചയും കൂടെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ റമദാൻ 29 ആണെങ്കിൽ ഒരു വെള്ളിയാഴ്ച, റമദാൻ 30 ആണെങ്കിൽ അവസാനം വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് റമദാനിൽ നിന്ന് വിടവാങ്ങാം. ഏതായാലും ഓരോ ദിവസങ്ങളും വളരെ വളരെ വേഗത്തിലാണ് വിടവാങ്ങുന്നത്. ഒട്ടും അമാന്തിച്ച് നിൽക്കരുത്, അശ്രദ്ധാവരുത്, ജാഗ്രത കുറവുണ്ടാവരുത്, ഉന്മേഷം നഷ്ടപ്പെടരുത്. കഴിഞ്ഞതിനേക്കാൾ ഉന്മേഷം, ആവേശം ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവണം. നമ്മുടെ സൊഫിലെ തറാവീന്റെ ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞു. ആദ്യത്തെ 10-ന് കുറച്ചധികം ആളുണ്ടായിരുന്നു. 2 സൊഫും 2.5 സൊഫും ഉണ്ടായിരുന്നു. 2-ാമത്തെ 10 അതൊക്കെ 1.5 ഇനിയിപ്പോൾ 3-ാമത്തെ 10 വീണ്ടും കുറയും. ഇങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. ആളുകൾ കൂടുക, നിറയുക, പള്ളിയിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക, അതിലൊക്കെ ഒരു മത്സരബുദ്ധി പരസ്പരം ഉണ്ടാവണം. എന്താ വഴിയാണോ നമുക്ക് അള്ളാഹിന്റെ തൃപ്തിയും പൊരുത്തവും പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുക, അതുവഴി അള്ളാഹിന്റെ തൃപ്തിയും പ്രതിഫലം നേടിയെടുക്കുക. ഓരോ നിമിഷവും നമ്മൾ ഉള്ളോണ്ട് പറയുക, മനസ്സോട്, ഇതിൻ്റെ ജീവിതത്തിന്റെ അവസാനത്തതാണ്, എനിക്ക് റമദാൻ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ഒരു ആവേശം ഉണ്ടാവും, ഖുർആൻ പാരായണം നടത്തണ്ടാവും. ചില ആളുകളൊക്കെ ആദ്യത്തെ ഒരു 10 ദിവസം വളരെ വൃത്തിയിൽ സമയമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ജുസ് ഇങ്ങനെ പാരായണം ചെയ്ത് 10 ജുസ് വരെയൊക്കെ വളരെ ഭംഗിയിലുണ്ടായി. പിന്നീട് സാധാരണ പോലെ ഇപ്പൊ ആളുകളൊക്കെ വെച്ചാൽ 11 ജുസിന്റെ അപ്പുറത്തേക്കാണ് പോകണില്ല. നോമ്പ് 16 ആയി, ഓതിയത് 10 ജുസ് ആയിട്ടുള്ളൂ, 11 ജുസ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ലൗകികമായ കുറച്ച് കാര്യങ്ങളിലൊക്കെ തൽക്കാലം നമ്മളൊന്ന് മാറി നിന്നുകൊണ്ട് അത്തരം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. നമുക്കറിയാം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് സേവന കേന്ദ്രത്തിന്റെ കളക്ഷൻ ഡേ ആണ്. എന്താണോ കയ്യിലുള്ളത് അത് നമ്മൾ കൊടുക്കുക. ഇനി കയ്യിൽ ഡിജിറ്റൽ കറൻസിയുടെ കാലമാണ്, ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ കാലമാണ്. ഇനി കയ്യിലില്ലെങ്കിലും ഒരു വലിയ എമൗണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള ഒന്നാണ് മഞ്ചേരി സേവന കേന്ദ്രം എന്ന് പറയുന്നത്. വരുന്ന രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്ക്, അവിടുത്തെ ജീവനക്കാർക്ക് എന്താണോ ആവശ്യം അത് മുഴുവൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം. പ്രാതൽ കൊടുക്കുന്നു, മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്നു. നമുക്കറിയാം സാധാരണക്കാരായ മനുഷ്യനാണ് അത്ര ഹോസ്പിറ്റലിലൊക്കെ വരിക. വലിയ വലിയ ആൾക്കാരും പൈസ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഇവിടുത്തെ കോർപ്പറേറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിലൊക്കെ പോകും. അവിടെ വരുന്ന സർജറിക്ക് വരുന്ന ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മലയോരത്തുള്ള, തീരദേശത്തുള്ള സാധാരണ മനുഷ്യന്മാർ, ആക്സിഡന്റ് വന്ന് വരുന്ന ആളുകൾ, കാല് പൊട്ടിയവര്, കൈ പൊട്ടിയവര്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവരെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. ഉപകരണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, പ്രാതൽ കൊടുക്കേണ്ടതുണ്ട്, ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, പൈസ കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ പള്ളിയിൽ കളക്ഷൻ നടക്കുക. കയ്യിലുള്ളത് പരമാവധി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇമാമിന്റെ ജ്യേഷ്ഠൻ വളരെ അത്യാസന്ന നിലയിൽ രോഗിയായിട്ട് മുസ്തഫ തങ്ങൾ മൗലവിയുടെ ജ്യേഷ്ഠന് പ്രയാസത്തിലാണുള്ളത്. പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, ഡോക്ടർമാരിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ മർഹൂം PN അബ്ദുൽ ഹക്കീം സാഹിബ് വലിയ പറമ്പ്, ഇവിടെ തന്നെ പുൽക്കലുള്ള വലിയ പറമ്പില് ബഹുമാനായ ഷബീർ സാഹിബിന്റെ, ഒരു പക്ഷേ ഇവിടെ പള്ളിയിൽ ഉണ്ടാവാറുണ്ട്. ഷബീർ സാഹിബിന്റെ ഉമ്മ അള്ളാഹുലേക്ക് യാത്രയായിട്ടുണ്ട്. പടച്ചറബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ പല ആളുകൾക്ക് അറിയായിരിക്കും, ഒരു ചെറുപ്പക്കാരൻ ജംഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 10-35 വയസ്സുള്ള, വിഖായ എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. യാത്രക്കാർക്കൊക്കെ നോമ്പൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം മറ്റു ഇതൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം വിഖായ എന്ന് പറയുന്നത്. ആ വിഖായയിൽ വന്ന് വളണ്ടിയർ സേവനമൊക്കെ എടുത്ത് ഇന്നലെ തന്നെ ആളുകൾക്കും യാത്രക്കാർക്കും എല്ലാം ഈത്തപ്പഴം, ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് വീട്ടിൽ നോമ്പൊക്കെ തുറന്ന് വീട്ടിൽ പോയിട്ടാണ്. 10-15 വയസ്സായിട്ടുള്ള അള്ളാഹുവിലേക്ക് യാത്രയായി. പല ആളുകൾക്ക് അറിയായിരിക്കും ജംഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇതാണ് മനുഷ്യന്റെ ഒരു അവസരം എന്ന് പറയുന്നത്. സമയം അങ്ങനെയാണ്. ഏത് സമയം, എന്ത്, എപ്പം, എവിടുന്ന്, എങ്ങനെ, ഒന്നും നമ്മളെ കയ്യിലല്ല ഉള്ളത്. എന്താവേശത്തിലായിരിക്കും ഇപ്പൊ ഇന്നലെ പണിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവുക. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ സേവന പാതയിലായിരിക്കുകയാണ് അള്ളാഹുവിലേക്ക് യാത്ര പോകുന്നത്. ഭാഗ്യവാനാണ് ഒരു അർത്ഥത്തിൽ ആലോചിച്ചാൽ.
ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള വിയോഗങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നാഥ, ആ കുറ്റങ്ങൾ കുറവുകൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, തൗബ നടത്തുന്നുണ്ട്. കരുണാവാരിധിയായ നാഥ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അള്ളാഹുവെ, ഒറ്റക്കും രഹസ്യമായും പരസ്യമായും എല്ലാം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിലാണ് അള്ളാഹുവെ ഞങ്ങളുള്ളത്. കരുണാവാരിധിയായ റബ്ബേ, റമളാനിൽ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും അമലുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ലോകം, മുസ്ലിം ഉമ്മത്ത് വലിയ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിലാണ്. ശത്രുക്കൾ പല ഭാഗത്തു നിന്നും ഈ ഉമ്മത്തിനെ, ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ തമ്പുരാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും തരിപ്പണമാക്കണേ തമ്പുരാനെ. വിശ്വാസികൾക്ക് നീ വിജയം നൽകണേ തമ്പുരാനെ. ലോകത്തെ പീഡിതരായ മർദ്ദിതരായ ജനവിഭാഗങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്തിലെ കുട്ടികൾ, അതുപോലെ തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുമ്പേ നിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര പോയ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ റമളാനിൽ ഞങ്ങളോടൊപ്പം ഇല്ല. അള്ളാഹുവെ, നിന്നിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട്, ഖബറിടത്തിലാണ്. അള്ളാഹു അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ, അവരോടൊപ്പം സ്വർഗീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ വിധത്തിലാക്കണേ തമ്പുരാനെ. വരും നാളുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്, 10-14 ദിവസങ്ങൾ. അള്ളാഹുവെ, ഏറ്റവും ഉന്മേഷത്തോടുകൂടി, ഈമാനോടുകൂടി, ഇസ്തിഖാമത്തോടു കൂടിയിട്ട് പരിശുദ്ധ റമളാനിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പിശാചിന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ النار اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.